ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴവും മുട്ടയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇതൊരു മലബാറി ഡിഷാണ്. കായ്പോള എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത 2 ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് പഞ്ചസാര, അതിൽ ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും. ആദ്യം നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. 3 മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് ഒന്ന് നന്നായി വറുത്ത് എടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതേ നെയ്യിൽ തന്നെ ഏത്തപ്പഴം ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാം. നന്നായി പഴുത്ത പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഏത്തപ്പഴം ഇപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൽ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ചിട്ട് കൊടുക്കുക. ഇനി ആ പഴം വഴറ്റി വെച്ചേക്കുന്നത് അതിലേക്കിട്ട് നന്നായിട്ട് പരത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വേണം ഇട്ടേക്കാൻ. ഇപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി, ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു കായ്പോള റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ അറിയാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൻ.